ഈ ഇമോഷൻ പിടിക്കുക, ഈ ഡ്രം ചെയ്യുമ്പോഴും ഇമോഷൻ പിടിക്കുക എന്നുള്ളത് ഒരു ഭയങ്കര കാര്യമായിരുന്നു ഇതിനകത്ത്. നമുക്കത് കിട്ടാൻ ഇച്ചിരി പാടാണ്, കാരണം സിംഗിൾ ഡേ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ എന്താ, നമുക്ക് ഇവിടെ ഒരു ഇവന്റ് നടക്കുന്നു, അപ്പുറം വേറെ ഇവന്റ് കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണെങ്കിൽ നമുക്ക് പ്രേക്ഷകന് അത് കണക്ട് കുറച്ചും കൂടെ നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ പറ്റും. വർഷയ്ക്ക് ഈ സിനിമ തുടങ്ങിയപ്പോൾ തൊട്ട് വർഷയ്ക്ക് ഒരു ക്യാരക്ടറിനെ കുറിച്ച് ക്ലാരിറ്റി ഉണ്ട്, ഈ പടം എങ്ങനെ പോകണം, ആ ഫ്ലോ എങ്ങനെ പോകണം എന്ന് കുറിച്ച് പക്ക ക്ലാരിറ്റി ഉണ്ട്. അപ്പം എൻ്റെ ഞങ്ങൾ തമ്മിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്ന സിനിമയിൽ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കി ഞാനും ഒരു വർഷം തമ്മിലായി. കാരണം എഡിറ്റ് സമയത്താണല്ലോ പൊതുവെ ചർച്ച ഉണ്ടാവുക. വർഷയ്ക്ക് ആ ക്ലാരിറ്റി ഉള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് കുറച്ചും കൂടെ ഈസിയും കൂടെ ഉണ്ട്. കാരണം വർഷയ്ക്ക് ക്ലാരിറ്റി ഉണ്ട്, അപ്പം നമുക്ക് കുറച്ചും കൂടെ വർക്ക് ചെയ്യാൻ ഒരു സ്വാതന്ത്ര്യം ഉണ്ട്. വർഷത്തിൽ പറയാനും പറ്റും, പക്ഷേ ഇതിങ്ങനെയല്ല, ഇങ്ങനെ നമുക്ക് പറയാനും പറ്റുന്ന അവസ്ഥയുണ്ട്. പടം കണ്ടു കഴിഞ്ഞാൽ മെഡിറ്റേഷൻ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പം വാരണാസിയിൽ ഇപ്പം നമ്മൾ ആണെങ്കിലും ഇടയ്ക്ക് അവിടെ പോയിട്ട് ഇപ്പം ഞാനും വർഷയ്ക്ക് ചില സമയത്താണെങ്കിലും ഈവനിങ് ചുമ്മാ കാട്ടിൽ പോയിരിക്കും. അവിടെ പോയി നമ്മൾ സംസാരിക്കുമ്പോൾ ഗ്യാപ്പൊക്കെ വരുമ്പോഴേ പോയിരുന്നപ്പോൾ നമുക്കൊരു സമാധാനമാണ്. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. വലിയ ശബ്ദകോലാഹലങ്ങളുള്ള വില്ലന്റെ കഴുത്തറക്കുന്ന വയലന്റ് ആയ നായകനൊക്കെയുള്ള സിനിമയുടെ പിറകിലാണ് പലപ്പോഴും കൊമേഴ്ഷ്യൽ സിനിമ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ നാളുകളിൽ. പക്ഷെ ഒരു തണുത്ത കാറ്റ് പോലെ, വാരാണസിയിലെ ഒരു ജേർണൽ പോലെ ഒരു സിനിമ, അങ്ങനെയാണ് ചിന്ന ആസയെ പറ്റി തോന്നിയത്. ചിന്ന ആസയുടെ എഡിറ്റർ റെക്സ് ആണ് ചെയ്തത്. നമസ്കാരം. നമസ്കാരം. അങ്ങനെ നമ്മൾ അതിന്റെ പ്രൊമോഷണൽ ഇന്റർവ്യൂവിന്റെ സമയത്തും പറഞ്ഞിരുന്നു, ഒരു പോസ് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് സ്ലോ പേസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമ, മനസമാധാനം കൊടുക്കുന്ന സിനിമ. ആ രീതിയിൽ ആളുകൾ കുറച്ചുകൂടെ അതിനെ മനസ്സിലാക്കുന്നു. റിവ്യൂവേഴ്സ് ഒക്കെ പോസിറ്റീവായിട്ടാണ് സംസാരിക്കുന്നത്. ഈവനിങ് ഷോസ് ആളുകൾ കയറി കാണുന്നുണ്ട്. ഈ ഒരു ട്രെൻഡിനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? എനിക്ക് തോന്നുന്ന നമ്മുടെ മലയാളികൾ പൊതുവെ എല്ലാ ട്രെൻഡിലുള്ള സിനിമകളും നല്ല സിനിമകളാണെങ്കിൽ അംഗീകരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. സ്വാഭാവികമായിട്ടും ഇപ്പം എക്കോ ആണെങ്കിലും സ്ലോ പേസ് സിനിമ, ഇപ്പോൾ പ്രോപ്പ് എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ മൂഡ് എന്നുള്ളതല്ല, ഏത് ജോണറാണെങ്കിലും ആൾക്കാരത് മനസ്സിലാക്കി കാണാനൊരു തിരിച്ചറിഞ്ഞ് കാണുന്ന ഒരു പ്രേക്ഷകരാണ് മലയാളികൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പടം വന്നപ്പോഴും നമുക്ക് ഒരു ഡൗട്ടില്ല, ഓക്കെ ഇത് വർക്കാവും, ഇത് വർക്കാവാതെ പോവില്ല, അങ്ങനെയല്ല, നമുക്കൊക്കെ ഇത് വർക്കാവും, അങ്ങനെ സാധനം ഉണ്ട് എപ്പോഴും മനസ്സിലാക്കും. വർഷയ്ക്കാണെങ്കിൽ അതിൻ്റെ അടുത്ത് വർഷയ്ക്കൊരു ഡയറക്ടർ വർഷമാണ്. വർഷയ്ക്ക് ഇപ്പോൾ ഒരു വിഷനുണ്ട്, ഇതിങ്ങനെ ആയിരിക്കണം, പുള്ളിക്കാർക്ക് ഇതിങ്ങനെ വരും, ഇങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ള വിഷൻ ഉള്ളത് കൊണ്ട് പ്രോപ്പറായിട്ട് നമ്മൾ ശരിക്കും ഒരു ഇപ്പോൾ എഡിറ്റിൻ്റെ സമയത്താണെങ്കിലും കൂടുതലും പോസ്റ്റിൻ്റെ സമയത്താണ് നമ്മൾ ഒന്നിച്ചുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പോകേണ്ടത്. നമുക്ക് ഒത്തിരി ഈ കട്ടാണെങ്കിലും നമുക്കൊരു പേസിൽ പോയാൽ മതി, അതിന് അപ്പുറത്തേക്ക് പോകേണ്ട, അങ്ങനെ ആയിരിക്കണം സിനിമ എന്ന് പ്രീയിലൊക്കെ നമ്മൾ പ്ലാൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബഹളം ഒന്നാമത് നമുക്ക് ഇപ്പൊ നോക്കി അറിയാം, ഭയങ്കര ക്രൗഡഡ് അല്ല നമ്മുടെ വിഷ്വൽസ് ഒന്നും, ക്രൗഡഡ് അല്ലാത്ത. അപ്പൊ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന് ഒരു അല്ലാത്ത ആസ്പെക്റ്റുകളുണ്ട് കേട്ടോ, നമുക്ക് കണ്ടിന്യൂറ്റി പിടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ പോലും നമ്മൾ മാക്സിമം അതിനെ സമാധാനത്തോടെ കാണിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കഥ പറയാൻ ആ ഒരു പ്ലേസ് ഉപയോഗിക്കുക എന്നുള്ളതാണ് വർഷം ശരിക്കും എനിക്ക് തോന്നിയ കാര്യം. അപ്പൊ അത് ഭയങ്കരമായിട്ട് വിജയിച്ചു എന്നുള്ളതാണ്. ഇപ്പോഴും ആൾക്കാർ റിവ്യൂ പറയുമ്പോഴും അങ്ങനെ ആൾക്കാർ പറയാറുണ്ട്, എന്താ വാരണാസി എന്ന് പറയുന്നത് ഭയങ്കര ബഹളമാണ്, പക്ഷെ നമ്മുടെ സിനിമയിൽ അത് ശരിക്കും പീസ്ഫുൾ ആയിട്ട് കാണാൻ പറ്റും, സമാധാനത്തോടെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പം അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. പെർഫെക്റ്റ് ഡേയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ജാപ്പനീസ് പടമുണ്ട്. ബേസിക്കലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാത്റൂം ക്ലീൻ ചെയ്യുന്ന, പബ്ലിക് ബാത്റൂം ക്ലീൻ ചെയ്യുന്ന ഒരാളുടെ ഒരു രാവിലെ തൊട്ടിട്ട് രാത്രി വരെയുള്ള സമയമാണ്. ഒരു ജേർണൽ പോലെ, ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു സിനിമയാണ്. പക്ഷെ വളരെ മനസ്സമാധാനം നമുക്ക് തരുന്ന ഒരു സിനിമയാണ് പെർഫെക്റ്റ് ഡേയ്സ്. അപ്പൊ അതിന്റെ ഇതുമായിട്ടൊരു ബന്ധമില്ല, പക്ഷെ എന്നാൽ പോലും അങ്ങനത്തെ നമുക്ക് സമാധാനമായിട്ട് കാണാൻ പറ്റാവുന്ന സിനിമകളും തീർച്ചയായിട്ടും. ഇപ്പൊ ഈ പടത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മെഡിറ്റേഷൻ പല അങ്ങനെ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ പടം കണ്ടു കഴിഞ്ഞാൽ മെഡിറ്റേഷൻ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പം വാരണാസിയിൽ ഇപ്പം നമ്മൾ ആണെങ്കിലും ഇടയ്ക്ക് അവിടെ പോയിട്ട് ഇപ്പം ഞാനും വർഷയ്ക്ക് ചില സമയത്താണെങ്കിലും ഈവനിങ് ചുമ്മാ കാട്ടിൽ പോയിരിക്കും. അവിടെ പോയി നമ്മൾ സംസാരിക്കുമ്പോൾ ഗ്യാപ്പൊക്കെ വരുമ്പോഴേ പോയിരുന്നപ്പോൾ നമുക്കൊരു സമാധാനമാണ് അവിടെ. പക്ഷെ രാത്രികളാണ്, പകലല്ലാതെ ഒരു ഈവനിങ് ടൈം, ഈവനിങ് കഴിഞ്ഞൊരു 10 മണിക്ക് ശേഷമൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ കാട്ടെന്ന് പറയാൻ പറ്റില്ല, ചില കാട്ടുകൾ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര സൈലന്റ് ആണ്. അപ്പൊ ഈ സമാധാനം നമുക്ക് ഭയങ്കരമായിട്ട് അനുഭവിക്കാൻ പറ്റും. അതെനിക്ക് തോന്നുന്നത് അത് ഈ പടത്തിൽ റിഫ്ലക്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അങ്ങനത്തെ അവസ്ഥ കാണുന്ന ആൾക്കാർക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വിഷ്വൽസ് വന്നിട്ടുള്ളത് മനസ്സിലാക്കുന്നത്. ഈ ചെറിയ രീതിയിൽ സ്പോയിലേഴ്സ് ഉണ്ട്, എന്നാൽ പോലും ഇതിനകത്ത് 2 പേരുണ്ട്. 2 പേര് തീർത്തും അപരിചിതരായിട്ട് പരിചയപ്പെടുന്നുണ്ട്. അവരൊരു കാര്യത്തിനെ നോക്കി ഒരുമിച്ച് പോകുന്നുണ്ട്, അവരുടെ ഇടയിൽ ഒരു ബന്ധം ഉടലെടുക്കുന്നുണ്ട്. അവസാനം ഒരു പെയിനും ഉണ്ട്. ഇതൊരു ലവ് സ്റ്റോറിക്ക് പറ്റിയ ഒരു പ്ലോട്ട് പോയിന്റ് ആണ്, പക്ഷെ ഇത് ലവ് സ്റ്റോറി അല്ല, ലവ് സ്റ്റോറി അബൌട്ട് ലവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു ഏരിയ ഉണ്ടല്ലോ പടത്തിന്. അപ്പൊ എന്തായാലും എഡിറ്റ് പോയിന്റ്സിൽ വെക്കുമ്പോഴോ അല്ലെങ്കിൽ എഡിറ്റ് പാറ്റേൺ തീരുമാനിക്കുമ്പോഴോ എന്തെങ്കിലും റെഫറൻസ് ഉണ്ടായിരുന്നോ, അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നോ?
ഇല്ല, റെഫറൻസ് ഇല്ലായിരുന്നു. പക്ഷെ സ്ക്രിപ്റ്റ് നമ്മൾ റെഫറൻസ് ഒരു ഭാരമാണ്. റെഫറൻസ് നമ്മൾ, പക്ഷെ നമ്മൾ അങ്ങനെ റെഫറൻസ് വെച്ചിട്ട് ഇങ്ങനെ പോകണം എന്നുള്ളതില്ല. പക്ഷെ നമുക്ക് ഈ കഥ പറയുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും സംസാരിക്കും, നമുക്ക് വളരെ സട്ടിലായിരിക്കണം. ആ ഒരു പോയിന്റ് എപ്പോഴും ഈ വാക്ക് എപ്പോഴും ഉണ്ട് നമുക്ക്. ഇപ്പം ഇപ്പം ആർട്ടിസ്റ്റിനെ അഭിനയിപ്പിക്കുമ്പോഴാണെങ്കിലും നമുക്ക് വളരെ സട്ടിലായിട്ട് പിടിക്കാം. അപ്പൊ ആ ഒരു വാക്ക് എപ്പോഴും ഭയങ്കര ഇങ്ങനെ എപ്പോഴും ഉണ്ട്. അപ്പം എഡിറ്റർ സമയത്ത് നമുക്ക് ഒത്തിരി ഫാസ്റ്റ് ആയിട്ട് അങ്ങനെ ഓടണ്ട. എന്നാൽ ഈ പറയുന്ന പോലെ നമുക്ക് ഒരു ചില ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടണ്ടെന്ന് പറയുമ്പോഴും ഈ ലാഗ് എന്നുള്ള വാക്ക് ആൾക്കാർ ഉപയോഗിക്കൂല. അത് പ്രശ്നമാണ്. അതെ. അപ്പം നമ്മുടെ അതുപോലെ നമ്മൾ ഇപ്പം എൻ്റെ ഒരു ചലഞ്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഡേ നടക്കുന്ന സ്ഥലം, ഒരു വൺ ഡേ ഒരു ദിവസത്തെ. അപ്പൊ നമുക്കിപ്പോ വർഷയുടെ എഴുത്തെന്ന് പറഞ്ഞാലും ഭയങ്കര സ്മൂത്ത് ആയിട്ട് അതിലിങ്ങനെ കണക്ട് ചെയ്താൽ പോവാം. എനിക്ക് എഡിറ്റിൽ നമുക്ക് ഒരു പോർഷൻ സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോ ഈ ഒരു പോർഷൻ എത്തിയപ്പോഴത്തേനും നമ്മളിപ്പോ ഓക്കെ ആൾക്കാർ കുറച്ച് ലെങ്ത് ഉണ്ട്, അപ്പം കുറച്ചുകൂടെ കുറയ്ക്കാന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു പോർഷൻ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചിലപ്പോൾ കുറച്ച് ചിരിക്കാതെയോ അല്ലെങ്കിൽ പരിഭവത്തോടെ ഇരിക്കുന്ന ഒരാൾ ഇപ്പുറത്തെ ആ സീനും കളഞ്ഞു കഴിഞ്ഞാൽ ഇപ്പുറത്ത് ചിരിക്കും. അപ്പൊ ഈ ഭയങ്കരമായിട്ട് ജമ്പ് ചെയ്യും. കാരണം സിംഗിൾ ഡേ അത് ഭയങ്കരമായിട്ട്. അപ്പൊ ഈ ഇമോഷൻ പിടിക്കാന്ന് ഈ ഡ്രം ചെയ്യുമ്പോഴും ഇമോഷൻ പിടിക്കുക എന്നുള്ളത് ഒരു ഭയങ്കര കാര്യമായിരുന്നു ഇതിനകത്ത്. നമുക്കത് കിട്ടാൻ ഇച്ചിരി പാടാണ്. കാരണം സിംഗിൾ ഡേ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ എന്താ, നമുക്ക് ഇവിടെ ഒരു ഇവന്റ് നടക്കുന്നു, അപ്പുറം വേറെ ഇവന്റ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുവാണെങ്കിൽ നമുക്ക് പ്രേക്ഷകന് അത് കണക്ട് കുറച്ചും കൂടെ നമുക്ക് വേണേൽ സ്കിപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ സിംഗിൾ, അതും 2 ആർട്ടിസ്റ്റേ ഉള്ളൂ. അപ്പൊ ഈ 2 ആർട്ടിസ്റ്റ് വെച്ച് നമ്മൾ മേക്ക് ചെയ്യുമ്പോൾ ഇപ്പം പടം കാര്യത്തിൽ വെച്ചാൽ നമുക്ക് ഇവർ ഇരിക്കുന്നു നടക്കുന്നു, അല്ലെങ്കിൽ ഇവരെ കഥ ഇങ്ങനെ പോവാം, നടക്കുന്നു അങ്ങനെ പോവാം. അപ്പൊ അങ്ങനെ പോകുന്ന സിനിമ കൂടാതെ തന്നെ ഇതിനകത്ത് നടക്കുന്ന ഇവരുടെ ലൈഫിൽ ഇവർ പോകുന്ന ജേർണിയിൽ ഇവരിലേക്ക് വരുന്ന ആൾക്കാരാണ്. ഇപ്പം വിഷ്ണുവിന്റെ ക്യാരക്ടർ ആണെങ്കിലും അവിടെ ഈ പറയുന്ന പോലെ വന്നു പോകുന്ന ക്യാരക്ടറുകളെല്ലാം അങ്ങനെ വന്നു പോകുന്ന ആൾക്കാർ. അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് വേറെ ഇവന്റുകളിലേക്ക് പോകുന്നില്ല. ഇവര് പോകുന്ന ചാനലിലേക്ക് അവര് വരിക, ഇവരങ്ങോട്ട് പോവല്ല ആക്ച്വലി. അപ്പൊ അതുപോലെ ദിയക്കുട്ടി എന്ന് പറഞ്ഞിട്ട് കുട്ടിയുണ്ട്, അതായത് മറ്റേ ദിയ വിൽക്കാൻ വരുന്ന കുട്ടി. അവരൊക്കെ ഒരു ക്യാരക്ടർ പോലെയാണ് ഇതിനകത്ത് ആക്ട് ചെയ്യുക. കാരണം ടുവേഴ്സ് എൻഡിലേക്ക് അവരെല്ലാം വരുന്നൊരു അങ്ങനെ, അതായത് ഇതിനകത്ത് വന്നു പോകുന്ന ആൾക്കാരൊക്കെ ഇവരുടെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് പോകുന്ന രീതി തന്നെയാണ് ട്രീറ്റ് ചെയ്തിട്ട്. ആരെയും ഒരു കുഞ്ഞു ക്യാരക്ടർ എന്ന് പറഞ്ഞ് വിട്ട് കളയാതെ അവർക്ക് കഥയോടെ എത്രത്തോളം ചേർന്ന് നിൽക്കാൻ പറ്റുമോ അങ്ങനെ ചേർത്ത് നിർത്തിയാണ് വർഷം എഴുതി വെച്ചിട്ടുള്ളത്. വർഷ ക്യാമറയ്ക്ക് മുമ്പിൽ വരില്ല അത്, അല്ലെങ്കിൽ ആഫ്റ്റർ റിലീസിങ് ചോദിക്കണമെന്നുണ്ടായിരുന്നു. വല്ലതൊരു ശ്യാമപ്രസാദ് സ്കൂളോ അല്ലെങ്കിൽ മറ്റേ ഭാരതരാജ സ്കൂളൊക്കെ പോലെ ഫീൽ ചെയ്യുന്നു. ഇപ്പം ഉദാഹരണത്തിന് അരികെ എന്ന് പറഞ്ഞ സിനിമയുണ്ട് ശ്യാമപ്രസാദ് സാറിന്. അപ്പൊ അതിനകത്ത് നമ്മുടെ ശ്രീനാഥ് ബാസി ചെയ്യുന്നത് ഒന്നുമില്ല, ഒരു സ്റ്റെയറിന്റെ മുകളിൽ നിന്നുകൊണ്ട് മമതയെ നോക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ആ നോട്ടങ്ങളിൽ നിന്നാണ് ആ ഒരു പ്രണയം മൊത്തം കാണാവുന്നത്. അവിടെ അദ്ദേഹത്തിന്റെ പടത്തിൽ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റിന് പോലെ എന്തെങ്കിലും ചെയ്യാനുണ്ടാവും. ഇവിടെ അതുപോലെ തന്നെ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട്. കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് ആണ്, അല്ലാതെ പടം വിൽക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ രീതിയിലൊന്നും ഒരു ഷോ ബിസിനസ് എന്നുള്ള രീതിയിലെ വർഷ സമീപിച്ചിട്ടില്ല. എന്താണ് വർഷയുടെ ഒരു തോട്ട് പ്രോസസ് ആയിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത്? ഞാൻ മനസ്സിലാക്കിയത് വർഷ ഈ പടത്തിൽ ഇപ്പം ഞാൻ പറയാം, ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം അപർണനെ കാസ്റ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ അപർണനെ ഒരു മാർക്കറ്റ് വാല്യൂ മാത്രം നോക്കിയിട്ടല്ല, വർഷയ്ക്ക് ഒരു ഡാൻസർ വേണമായിരുന്നു. മനസ്സിലായോ? ഒരു ഡാൻസർ വേണം. അപ്പോൾ വർഷം നോക്കുമ്പോൾ നല്ല ഡാൻസറായിട്ട് നിൽക്കുന്ന അത്യാവശ്യം നിൽക്കുന്ന ഒരു കുട്ടീനെ കാസ്റ്റ് ഒരാളെ കാസ്റ്റ് ചെയ്യണം. വർഷം നോക്കിയപ്പോൾ അപർണ നന്നായിട്ട് ഡാൻസ് കളിക്കും എന്ന് അവൾ ആദ്യമേ ഇങ്ങനെ ചിന്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ചോയ്സ് വന്നേ അപർണയിലേക്ക് പോയി. അതുപോലെ വിഷ്ണുവിന്റെ ക്യാരക്ടർ അങ്ങനെ പോയതാണ്. നമുക്കിപ്പോൾ ഒരു മാർക്കറ്റിംഗ് സൈഡ് നോക്കിയിട്ട് ഇനി ആർട്ടിസ്റ്റ് കൊണ്ട് വെക്കാം എന്നൊന്നുമില്ല. ഇപ്പം തമിഴ്നാട്ടിൽ ഒരാൾ വേണമെന്ന് വെച്ചാൽ നമ്മൾ മൊട്ടരാജേന്ദ്രനാണ് വിചാരിച്ചിരുന്നത്, എല്ലാവർക്കും കണക്ട് ആയത്. പക്ഷെ അത് ആ സമയത്തും ആൾക്ക് ഫിസിക്കലി പ്രശ്നമുണ്ട്, പനിയോ അങ്ങനെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നോണ്ട് നേരെ തമ്പിരാമയിലേക്ക് പോയി. അപ്പം അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു നിങ്ങൾ പടം കാണാൻ പറയാം ഒട്ടും മലയാളീകരിച്ചിട്ടില്ല. പൊതുവെ മലയാള സിനിമകളിൽ അങ്ങനെയാണ് പ്രോപ്പർ ഹിന്ദി. അപ്പം നമുക്ക് തമിഴ് പിന്നെയും കുറച്ച് മലയാളിക്ക് മനസ്സിലാവും. അപ്പൊ ഹിന്ദി വർഷം ഒട്ടും ഹിന്ദി അങ്ങനെ തന്നെ വേണം. ഇപ്പൊ അല്ലെങ്കിൽ ഹിന്ദി പാട്ട് തുടക്കത്തിലെ പാട്ട് എന്ന് പറയുന്നത് ബ്ലെൻഡാണ്, അതായത് മലയാളവും ഹിന്ദിയും ബ്ലെൻഡാണ്. അത് കഴിഞ്ഞ് ഒരു മലയാളം പാട്ടുണ്ട്, ഒരു ഹിന്ദി കഥക്കുണ്ട്, അത് കഴിഞ്ഞ് ഒരു തമിഴ് സോങ് ഉണ്ട്. അതായത് എല്ലാ ലാംഗ്വേജിലും ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. പോരാത്തതിന് നമ്മുടെ പ്രമോ സോങ് സംസ്കൃതമാണ്. അപ്പം ഞാൻ പറയുന്നത് എല്ലാ ലാംഗ്വേജും, ഗോവിന്ദ ആണെങ്കിലും മ്യൂസിക്കിന്റെ സൈഡ് വന്നപ്പോ പുള്ളിക്ക് ആർക്കും കുറച്ച് ചെയ്യാനുള്ള പോലെ അപ്പം അങ്ങനെ. ഇപ്പൊ വർഷയുടെ തോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷയ്ക്ക് ക്ലാരിറ്റി ഉണ്ട് ആസ് എ ഡയറക്ടർ. ഇപ്പം എന്റെ നാരായണി കണ്ടാൽ മനസ്സിലാച്ചാൽ വർഷയ്ക്ക് ഈ സിനിമ തുടങ്ങിയപ്പോൾ തൊട്ട് വർഷയ്ക്ക് ഒരു ക്യാരക്ടറിനെ കുറിച്ച് ക്ലാരിറ്റി ഉണ്ട്. ഈ പടം എങ്ങനെ പോകണം, ആ ഫ്ലോ എങ്ങനെ പോകണം എന്ന് കുറിച്ച്
പക്ക ക്ലാരിറ്റി ഉണ്ട്. ഇപ്പം എൻ്റെ ഞങ്ങൾ തമ്മിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്ന സിനിമയിൽ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കി ഞാനും വർഷം തമ്മിലായി. കാരണം എഡിറ്റ് സമയത്താണല്ലോ പൊതുവെ ചർച്ച ഉണ്ടാവുക. അപ്പം ആ സമയത്ത് വർഷയ്ക്ക് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേനും നമുക്ക് വർഷ അവിടെ ഇങ്ങനെ പിടിക്കുക, ഇവിടെ പിടിക്കുക, അവിടെ കട്ട് ചെയ്യുക. വർഷയ്ക്ക് പക്ഷേ ചില കാര്യങ്ങളിൽ വാശിയുണ്ട്. അവൾക്ക് കാരണം അങ്ങനെ വേണം, അങ്ങനെ തന്നെ വേണം. അതിപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ കാര്യത്തിൽ മാത്രമായിട്ടില്ല, മ്യൂസിക്കിൻ്റെ കാര്യത്തിലും സൗണ്ട് കാര്യത്തിലൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ക്യാമറ കാര്യത്തിലെല്ലാം ഉണ്ടാവും. പക്ഷേ ഈ എത്ര സസ്റ്റെയിൻ കൊടുക്കണം അങ്ങനെ തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്? ഉറപ്പായിട്ടും ഉണ്ടാവാറുണ്ട്, ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പക്ഷെ അത് അവസാനം നമ്മൾക്ക് രണ്ടുപേർക്കും തോന്നുന്ന, അല്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും വരുന്ന ഒരു വിഷയങ്ങളിൽ കറക്റ്റാണ് തോന്നുന്ന രീതിയിലാണ് നമ്മളത് ഫിക്സ് ചെയ്യുക. സ്വാഭാവികമായിട്ട് അങ്ങനെ നമ്മൾ വാശി പിടിക്കുക വെച്ചാൽ വാശിയല്ലല്ലോ. നമ്മൾ പറയും പിന്നെ എൻ്റെ വരായികൾ ഇപ്പോൾ വർഷനെ റൈറ്റർ, വർഷനാണ് ഡയറക്ടർ. അപ്പോൾ വർഷയ്ക്ക് റൈറ്റർ ഡയറക്ടർ ആകുമ്പോൾ ഉണ്ടാകുന്ന കുറച്ചും കൂടെ ഇമോഷണൽ, നമ്മൾ ഒരു എഡിറ്ററിനെക്കാളും കൂടുതലായാലും ട്രാവൽ ചെയ്യുന്നത് എഴുത്ത് മുതൽ ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഇപ്പൊ ചില കാര്യങ്ങൾ ഇപ്പം നമുക്ക് കൺവിൻസ് ചെയ്യാനാണെങ്കിലും ഇതിങ്ങനെയാണ്, അപ്പൊ അതിങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ വരും. ഞാൻ എന്നാലും പറയാതല്ല ഇങ്ങനെയാന്ന് പറയും. അപ്പൊ സ്വാഭാവികമായിട്ട് അതിൻ്റെ അകത്ത് കളക്റ്റീവായിട്ടൊരു നല്ല പോയിന്റിൽ എത്തുമ്പോൾ അത് സെറ്റ് ആവും. ഏതെങ്കിലും സീക്വൻസ് മൊത്തം എഡിറ്റിൽ നെറേറ്റീവ് മൊത്തം തിരിച്ച അവസ്ഥകളുണ്ടോ? എനിക്ക് തോന്നുന്ന അങ്ങനെ ഒരു കാര്യം, ഇപ്പൊ ഈ സെക്കൻഡ് ഹാഫിൽ ഒരു ഫ്ലാഷ് ബാക്ക് സീക്വൻസ് നമ്മളുണ്ട്. ആ ശരിക്കും അവിടെ അല്ലായിരുന്നു, പ്ലേസ്മെന്റ് വേറെ ആയിരുന്നു. അപ്പൊ അത് പ്ലേസ്മെന്റ് വന്നപ്പോ നമ്മൾ സംസാരിച്ചപ്പം ഒരു സീക്വൻസ് സെക്കൻഡ് ഹാഫ് തുടങ്ങുമല്ലേ, സോ നമുക്ക് എന്നാൽ അത് ഇൻ ബിറ്റ്വീൻ നിന്ന് എടുത്ത് മാറ്റി ഫ്രണ്ട് വെച്ച പുതിയൊരു കഥ പറഞ്ഞിട്ട് ഇങ്ങോട്ട് കയറുന്ന പോലെ ആക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു 2-3 സീൻസ് ആഫ്റ്റർ എന്ന സീൻ ഉണ്ടായിരുന്നു. അതിന് തിരിച്ച് അത് നമ്മൾ കൊണ്ടുപോയി വെച്ചത് ഏറ്റവും അവസാനമാണ്. എനിക്ക് തന്നെ ഡബിന് തൊട്ട് മുമ്പ്, അല്ല ഡബിന് മുമ്പല്ല, എനിക്ക് തന്നെ ഏകദേശം ഫൈനലായ ഡബും കഴിഞ്ഞിട്ട് രണ്ടാമത് ആ സീക്വൻസ് ഷൂട്ട് ചെയ്തത് രണ്ടാമതാണ്. അപ്പം അതായത് സീൻ ഏകദേശം എഡിറ്റ് ചെയ്ത ശേഷമാണ് സീൻ ഷൂട്ട് ചെയ്തത് തന്നെ. അപ്പൊ അന്നേരം കൊണ്ട് അത് ഫ്രണ്ടിൽ തന്നെ വെക്കാമെന്ന് പ്ലാനായി. അപ്പൊ ഞങ്ങൾ കുറെ സമയത്ത് ഏത് പൊസിഷനാണ് ചർച്ച ഉണ്ടായിരുന്നു, അവിടെ വേണോ ഇവിടെ വേണോ. അവസാനം ഓക്കെ അവിടെ കൊണ്ട് ഫസ്റ്റ് ഫിക്സ് ചെയ്യാന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്ത സീനാണ്. ഇപ്പൊ ഷമീർ മുഹമ്മദ്, ചമൻ ചാക്കോ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പേസിംഗ് ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ ആദ്യം സംസാരിച്ചല്ലോ, ഒട്ടും ശ്വാസം കൊടുക്കുക. അതെ 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 അതെ. ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലൊക്കെ ചമൻ എഡിറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു ഗ്യാപ്പ് പോലും ഇടാത്തുള്ള രീതിയിലുള്ള എഡിറ്റിംഗ് ആണ്. ഇപ്പം വാഴയിൽ നോക്കുകയാണെങ്കിലും ആ സബ്ജക്ട് വളരെ ലൈറ്റ് ആണെങ്കിലും അവിടെയും ഈ പറഞ്ഞ പോലെ ഒരു ഇവന്റിന് അപ്പുറം അടുത്ത് ഇവന്റ് ഷാർപ്പ് കട്ടിങ്, അത് പിന്നെ എല്ലാം സീക്വൻസുകളായിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഈ റീലിന്റെ ഒക്കെ ഒരു സ്വഭാവമാണ്. ഇതൊക്കെ കംപ്ലീറ്റ്ലി മാറി മറ്റേ ഓൾഡ് ഏജ് സിനിമ, അതായത് ഓൾഡ് ഏജ് സിനിമ വെച്ചാൽ ഒരുപാട് പഴകി പോയ പണ്ടത്തെ ഫോർമാറ്റ് ആണ്. പിന്നെ സ്റ്റഡി ഷോട്ട്സ് ആണ്, കുറച്ചുകൂടി ക്ലാസിക് എന്നുള്ള രീതിയിലാണ് വർഷം സമീപിച്ചുള്ളത്. ഇത് വർക്കാവോ, ആളുകൾ ഇത് സ്ലോ പടാന്ന് പറഞ്ഞ് തള്ളിക്കളയോ, അങ്ങനത്തെ ഉറക്ക ഗുളിക എന്നൊക്കെ പറഞ്ഞാണല്ലോ പലപ്പോഴും സമീപിക്കുക, അങ്ങനത്തെ പേടികളുണ്ടായിരുന്നു? പേടി ഇപ്പൊ കഥയെ സംബന്ധിച്ച് എനിക്ക് ആസ് എഡിറ്റർ നിലയിൽ ഈ സബ്ജക്റ്റിനെ സംബന്ധിച്ച് നമുക്ക് ഡൗട്ടില്ല. എന്നുവെച്ചാൽ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, നന്നായിട്ട്. ഇപ്പൊ ഞാൻ വർഷ ഡെബ്യൂ ഡയറക്ടറാണ് സിനിമയിൽ, ഷോർട്ട് ഫിലിം ചെയ്ത്. പക്ഷെ ഇപ്പൊ ഡെബ്യൂ ഡയറക്ടറിന് അപ്പുറത്തേക്ക് വർഷ ഒരു ക്ലാരിറ്റി ഉണ്ട്, ഒരു വിഷൻ ഉണ്ടെന്ന് നന്നായിട്ട് എനിക്കും അറിയാം. അത് വർഷം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പ്രൊഡ്യൂസർ വർഷയുടെ ഫ്രണ്ടാണ്, ഞാൻ അഭിയുണ്ട്. അഭി ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ട് വേണ്ട. കാരണം അവൾക്കൊരു വിഷൻ ഉണ്ട്, ഇവള് ഒരു ഇതെന്താ പടമാകുന്നത് എന്നുള്ള നല്ല ധാരണ വർഷയ്ക്കുണ്ട്. ആ കാര്യത്തിൽ പ്രൊഡ്യൂസർ പുതിയ ആളാണ്. അപ്പൊ സോനിയ വർഷം ഞങ്ങള് ഈ പറയുന്ന പോലെ വേറെ വിഷയത്തിലേക്ക് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു തന്ന പോയിന്റ്, അപ്പം വർഷയ്ക്ക് ആ വിഷൻ ഉണ്ട്. അപ്പൊ ഞാൻ അഭിയോടും പറഞ്ഞിട്ടുണ്ട്, അഭി ഇത് ക്ലാരിറ്റി ഉണ്ട് വർഷയ്ക്ക്, ധൈര്യമായിട്ട് നിന്നാലും സ്വാതന്ത്ര്യം. അപ്പൊ അത് വർഷയ്ക്ക് ആ ക്ലാരിറ്റി ഉള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് കുറച്ചും കൂടെ ഈസിയും കൂടെ ഉണ്ട് എഡിറ്റിൽ. കാരണം വർഷയ്ക്ക് ക്ലാരിറ്റി ഉണ്ട്, അപ്പൊ നമുക്ക് കുറച്ചും കൂടെ വർക്ക് ചെയ്യാൻ പിന്നെ സ്വാതന്ത്ര്യം ഉണ്ട്. വർഷം പറയാനും പറ്റും, വർഷം ഇതിങ്ങനെയല്ല ഇങ്ങനെ നമുക്ക് പറയാനും പറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ആ ക്ലാരിറ്റി എനിക്ക് തോന്നുന്ന വർഷയ്ക്ക് സ്ക്രിപ്റ്റിലാണെങ്കിലും ഒരു ധൈര്യമുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഇത് ഓർക്കൂടെ നമുക്ക് പിന്നെ ഒരു കാര്യമുണ്ട്, കണ്ടന്റ് പറഞ്ഞു പോകുന്ന വർഷം എഴുതി വെച്ചിരുന്നത് അങ്ങനെയാണ്. ഇങ്ങനെ ഒരു ലെവലിൽ നിന്ന് പോയി ഇങ്ങനെ പോയി എൻഡിലേക്ക് എത്തുക. ആ വർഷം തുടക്കത്തിൽ ഇപ്പോഴും നമ്മൾ നോക്കുമ്പോൾ തുടക്കത്തിൽ ആദ്യത്തെ 20 മിനിറ്റ് ഒരു സെറ്റിംഗ് സമയമുണ്ട്, ഒരു സമയമുണ്ട്. ആ സമയം ചില ആൾക്കാർ ചിലപ്പോൾ ലാഗാന്ന് പറയാമായിരിക്കാം, പക്ഷെ നമുക്കത് പറയുന്നവരൊന്നും ചെയ്യാനില്ല. അത് പണ്ടത്തെ ഒരു രീതിയും കൂടി ആയിരുന്നല്ലോ. നമ്മള് നമ്മുടെ കിഴക്ക് എടുക്കുകയാണെങ്കിലോ ഒക്കെ എടുക്കുകയാണെങ്കിൽ ആദ്യം ആ ഊട്ടി സെറ്റ് ചെയ്യണം, തണുപ്പ് സെറ്റ് ചെയ്യണം, അവിടുത്തെ ആളുകളെ സെറ്റ് ചെയ്യണം, ഓരോരുത്തരുടെ ജോലി സെറ്റ് ചെയ്യണം. ഇപ്പൊ അങ്ങനെ ഇല്ലല്ലോ, പ്രശ്നത്തിലാണ്. വാഴയിലെ കണ്ണന്റെ അടുത്ത സുഹൃത്ത്, അപ്പൊ കണ്ണൻ ഇപ്പൊ വാഴ എഡിറ്റ് ചെയ്യുന്ന വാഴയ്ക്ക് അങ്ങനത്തെ ഒരു ആവശ്യമില്ല. കാരണം വാഴ ടക്കിന്ന് പോകും. അപ്പൊ നമുക്ക് അതിന്റെ സെറ്റിങ്, കാരണം ഓൾറെഡി അത് ആൾക്കാർ അത് കഥ പറഞ്ഞ സീക്വൻസിലെ പോണേ. ഇത് അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് ആ സ്ഥലത്ത് റിവീൽ ചെയ്ത ഞാൻ പറയുന്നത് ഇപ്പൊ എൻഡിലേക്ക് എങ്ങനെയാണ് ആൾക്കാരിലേക്ക് ഇമോഷൻ എത്തുന്നത് വെച്ചാൽ തുടക്കത്തിൽ ആ സെറ്റിങ്ങിൽ വാരണാസി എന്താണ്, അവിടുത്തെ കൾച്ചർ എന്താണെന്ന് മനസ്സിലാക്കി, അവിടുത്തെ ആൾക്കാർ എന്താണെന്ന് മനസ്സിലാക്കിയാലാണ് എൻഡിലേക്ക് വരുമ്പോഴത്തേനും അത് കുറച്ചും കൂടെ ഫീൽ ഉണ്ടാവുക. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ വാരണാസി സമാധാനം എന്ന് പറയുന്നത് വാരണാസി സമാധാനത്തിന്റെയും അല്ലാത്തൊരു സ്ഥലം എന്ന് അറിഞ്ഞാൽ മാത്രമല്ലേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ വർഷം അത് ഓരോ എഴുത്തിലും അത് എഴുതി വെച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് ആ എൻഡിലേക്ക് കിട്ടുന്ന ഫീൽ കിട്ടുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മളെ സെറ്റിംഗ് ഒന്നുമില്ല, പെട്ടെന്ന് രണ്ട് വന്ന് വേറെ പ്രശ്നമുണ്ട്. രണ്ട് നിൽക്കുന്ന ഇപ്പം രണ്ട് സ്ഥലത്ത് വന്ന ആൾക്കാർ പെട്ടെന്ന് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ ഒരു സ്വാഭാവികത. അതെ അതെ അതെ. അപ്പൊ ശരിക്കും
അതൊരു പ്രശ്നമായിരുന്നു. നമുക്കിപ്പോൾ ഒരു സെറ്റിംഗ് സമയം അത് വേണം, കാരണം നമ്മൾ അവിടെ പിന്നെ നമ്മൾ കുറച്ചിട്ടുണ്ട്. പക്ഷെ കുറയ്ക്കുമ്പോൾ ഒരു പരിധിക്കുള്ളിൽ കുറയ്ക്കാനും പറ്റത്തില്ല. ഈ ഒരു ഏരിയയാണ് നമുക്ക് ഡൗട്ടുള്ള ഏരിയ. പക്ഷെ ടുവേഴ്സ് സെക്കൻഡ് ഹാഫ് എനിക്ക് ഒരു ഡൗട്ടില്ല. അന്നും ഇന്നും സെക്കൻഡ് ഹാഫ് വർഷ നമ്മൾ സേഫാണ്, ആരും ഒന്നും പറയാൻ പോകില്ല. പക്ഷെ ഇപ്പൊ തുടക്കത്തിൽ വെച്ച് ലാഗ് ഉണ്ടെന്നോ അല്ലെങ്കിൽ കുറച്ച് സമയം ഉണ്ടെന്ന് പറയുന്നതും എന്നെ സംബന്ധിച്ച് വർഷം സംബന്ധിച്ചും അത് പ്രേക്ഷകർ പറഞ്ഞിട്ട് നമുക്കറിയാം അത് അങ്ങനെ അത് സെറ്റിങ്ങിന്റെ സമയം എന്നുള്ള ധാരണ നമ്മുടെ മനസ്സിലുണ്ട്. സോ നമ്മളത് ഓക്കെ. പക്ഷെ അത് ആസ്വദിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പൊ ഈ വാരാണസി എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന ഒരു ബ്രൗൺ കളർ ഒരു സ്പെക്ട്രം ഉണ്ടല്ലോ, അതൊക്കെ തന്നെയാണല്ലോ പടത്തിലെ എല്ലാ ക്യാരക്ടേഴ്സും ഒരുവിധപ്പെട്ട എല്ലാ സമയത്തും. ഇപ്പൊ കളർ പാലറ്റ് സെറ്റ് ചെയ്യുമ്പോഴായാലും ബ്രൗൺ, ടാന്, ഗോൾഡൻ ഏരിയകളാണല്ലോ അധികം. അത് ബോധപൂർവ്വം അങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നതാണോ? ബോധം നമ്മളിപ്പോ അത് ഫായി ക്യാമറമാൻ ഫായിക്ക് ഈ പറയുന്ന പോലെ നമ്മൾ പ്രീ പ്രൊഡക്ഷൻ സമയത്ത് ഫായും വർഷം നമ്മൾ അതിനകത്ത് ഒത്തിരി ഞാൻ ഇടപെട്ടിട്ടില്ല. പക്ഷെ അവർ കളർ സെൻസിന് വേണ്ടി കുറെ റെഫറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇങ്ങനെ വേണം. അത് വളരെ 2 കോസ്റ്റ്യൂമേ ഉള്ളൂ. അപ്പൊ ഈ 2 കോസ്റ്റ്യൂം എന്ന് പറയുന്നത് അത് പർട്ടിക്കുലർ ആവണം. അത് എല്ലാ സ്ഥലത്തും ഇപ്പൊ ഞാൻ പറയുന്നത് ഘാട്ടിൽ പോകുമ്പോഴോ ഗള്ളിൽ പോകുമ്പോഴോ ഒക്കെ ഇത് ബ്ലെൻഡ് ആവണമല്ലോ. ഞാൻ പറയുന്നത് പല ടെറൈനിലാണ് ഇപ്പൊ ഇപ്പൊ ഇവിടെ ഘാട്ടാണെങ്കിൽ അവിടെ പോകുമ്പോൾ ഗള്ളി ആയിരിക്കും, അവിടെ നിന്ന് പോയാൽ വേറെ ബ്ലൂ ലേസി ആയിരിക്കും. അപ്പൊ പല സ്ഥലത്ത് പോകുമ്പോൾ ഈ കളർ പാലറ്റ് എല്ലാം ഒന്നാവണ്ടേ. അപ്പം വർഷ ഒരു കാര്യം എന്ന് വെച്ചാൽ വർഷ കഥ എഴുതുമ്പോൾ അവിടെ പോയിരുന്ന് അവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞ് കേട്ടാണ് കഥ എഴുതിയിട്ടുള്ളത്. ഈ പറയുന്ന ഇപ്പൊ ബ്ലൂ ലേസി എന്ന് പറഞ്ഞ സീക്വൻസ് ഉണ്ട്, അവള് ബ്ലൂ ലേസി അവിടെ പോയി കുടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ പോയിട്ടുണ്ട്. അപ്പൊ അത് അങ്ങനെ പല സീനുകളും ഒരു ഗുണമുണ്ട്. അപ്പൊ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഈ എങ്ങനെ ബ്ലെൻഡ് ആക്കാൻ പറ്റും എന്നുള്ള വർഷയ്ക്ക് നല്ലൊരു ധാരണ ഉണ്ടായിരുന്നു. മനസ്സിലായത്. ഇപ്പൊ അവിടെ പോയി ഇപ്പൊ നമ്മളിപ്പോ ഒരു കാര്യം പറയാം, നമുക്ക് എല്ലാം നന്നായിട്ട് അറിയാം, ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ എളുപ്പം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ പോലെ വർഷ അവിടെ അവിടെ നിന്ന് വർഷ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വർഷ വേറെ സ്ക്രിപ്റ്റ് മണാലിക്ക് പോയിരുന്നു. മണാലിക്ക് പോയിട്ട് അവിടുന്ന് വന്ന വഴിക്കാന്ന് ഒന്ന് വാരണാസി പോയത്. വാരണാസി പോയിരുന്ന് പെട്ടെന്നുണ്ടായ തോട്ടിലുള്ള എഴുതി തരണമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അവിടെ പോയിരുന്ന് ഒരു ദിവസം പോയി അവിടെ ഇങ്ങനെ നിന്നപ്പോൾ പെട്ടെന്ന് തോട്ട് വന്നു. ആ തോട്ടിന്റെ പുറത്തുനിന്ന് കഥ എഴുതാം, അങ്ങനെ വന്നതാണ്. ഇതൊരു പ്ലാൻഡ് ആയിട്ട് വാരണാസിയിൽ കഥ പറയണം എന്ന് വിചാരിച്ച് എഴുതിയ കഥയാണ് അല്ല. അപ്പൊ അവര് തോട്ട് വന്നു, ആ തോട്ടിനെ നല്ലൊരു പ്ലോട്ടായിട്ട് കിട്ടി. ഓക്കെ, അവിടെ എഴുതാൻ തുടങ്ങി. അങ്ങനെയാണ് സിനിമ ആയത്. എത്ര ഉണ്ടായിരുന്നു ഫൈനൽ എഡിറ്റിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന റഷ്? എത്ര മണിക്കൂറുണ്ട്? ഇല്ല, 2.5 മണിക്കൂറുണ്ട്. 2.5 മണിക്കൂർ അത്രേ ഉള്ളൂ. ക്രിസ്പ് ആയിരുന്നു. അത് ഞാൻ പറയാം, അതാ പറയാം, ഒത്തിരി ഒന്നും ഇപ്പൊ നമ്മൾ കളഞ്ഞത് പോലും ചില ഒരു ഇപ്പം തമ്പരമ്മ സീക്വൻസ് ഫ്രണ്ടിലെ കുറച്ച് കോമഡി എലമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ ടോട്ടലി അത് നമ്മുടെ പടത്തിൽ നിന്ന് മാറി നിൽക്കും തോന്നിയോണ്ട് എടുത്ത് കളഞ്ഞത്. അങ്ങനെ ഉള്ളൂ. അല്ലാതെ ആ സീക്വൻസിന് അതും കുറച്ചൊക്കെ ഇംപ്രൈസേഷൻ വന്നപ്പോ ഉണ്ടായ സാധനം. വർഷയുടെ തോട്ടിലുണ്ടായ അല്ല, ഞാൻ പറഞ്ഞ എഴുത്തിൽ അവള് കറക്റ്റ് ആയിരുന്നു ആ മീറ്റർ. അപ്പൊ ആ മീറ്ററിന് എവിടെയെങ്കിലും നമ്മളിപ്പം ഷൂട്ടിന്റെ സമയത്ത് നമ്മൾ കുറച്ചും കൂടി ഇംപ്രൈസ് ചെയ്യും. അങ്ങനെയൊക്കെ വന്ന സാധനങ്ങൾ ഞാൻ പറയുന്നത് ആ തോട്ടാ പറയുന്നത്. അവളുടെ മീറ്ററിൽ എപ്പോഴും ഇരിക്കുന്നത്. അതിന് മേളിൽ വന്ന സാധനം മാത്രമേ നമ്മൾ കളഞ്ഞിട്ടുള്ളൂ. അല്ല, അതൊരു ഭാഗ്യമാണല്ലോ. സാധാരണ ഇപ്പൊ 8 മണിക്കൂറും 6 മണിക്കൂറും ഒക്കെ സിനിമയുടെ ഫുട്ടേജ് വരുന്നു. അതിൽ നിന്ന് ഒരു സിനിമ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ആ സിനിമയോട് കഥ പറയാൻ പറ്റില്ലെങ്കിൽ 2ാം ഭാഗം ലീഡ് വെക്കണം. ആ അവസ്ഥയിലൊക്കെയാണ് പലപ്പോഴും പല എഡിറ്റർമാരും ഇരിക്കുന്നത്. അവിടെ നമുക്ക് ഏറെക്കുറെ ഒരു ധാരണയുള്ള ഫുട്ടേജ് കിട്ടുക എന്ന് പറയുന്നത് എളുപ്പമല്ല. പിന്നെ വേറൊരു കാര്യം, ഞാൻ വാരണാസി 28 നമ്മുടെ ഷൂട്ടിന്റെ ഫുൾ ടൈം ഞാൻ വാരണാസി ഉണ്ടായിരുന്നു. അപ്പൊ സ്പോട്ട് ഉണ്ടായിരുന്നു. അപ്പം അതും കാണുന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് സീൻ വർക്ക് ആവുന്നുണ്ടോ ഈ സീനിനെ കുറിച്ച് ധാരണ അപ്പൊ തന്നെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് എഡിറ്റ് പെട്ടെന്ന് ലോക്ക് ചെയ്യാൻ പറ്റും. ഡബ്ബൊക്കെ എനിക്ക് വന്നിട്ട് 12 ദിവസം കൊണ്ടൊക്കെ നമ്മൾ പെട്ടെന്ന് പരിപാടി തീർത്തു. കാരണം പെട്ടെന്ന് തീരാൻ പറ്റും. കാരണം അതിനെ കുറിച്ച് ധാരണയുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഗിമ്മിക്സ് ആണെങ്കിൽ പടമല്ല. അപ്പൊ നമ്മൾ പറയുന്ന പല ഫാസ്റ്റ് കട്ട് ചെയ്യുന്ന പരിപാടി ഒന്നും ഇല്ല. പക്ഷെ ഇതിനും അതിനേതായ സ്ട്രെസ് ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് അത്ര ഈസി അല്ല. നമ്മൾ സ്ലോ പേസ് കട്ട് ചെയ്യാന്ന് പറയുന്നത് ഈസി അല്ല. കാരണം സ്ലോ പേസ് കൂടിപ്പോയാലും പ്രശ്നം. അപ്പൊ അത് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ഒക്കെ നമുക്ക് അവിടെ പോയി നിന്നുകൊണ്ടും ഇങ്ങനെ കണ്ട് വന്നുകൊണ്ടും കുറച്ച് എളുപ്പമായിരുന്നു. പിന്നെ പേസിംഗിൽ നമ്മൾ തീരുമാനിക്കേണ്ട കാര്യം ആദ്യമേ സ്ക്രിപ്റ്റിലുള്ളത് കൊണ്ട് കുറച്ച് ഈസി ആയിരുന്നു ഉള്ള കാര്യം പറയാം. സ്ക്രിപ്റ്റിൽ ഇങ്ങനെ പോകണം, ഇങ്ങനെ തന്നെ പോകണ്ടേ. പിന്നെ നമുക്ക് വൺ ഡേ നടക്കുന്ന കഥയല്ല, ഒരു ദിവസമേ ഉള്ളൂ, നമുക്കൊന്നും പോകാനില്ല. അപ്പൊ അവിടെ ഇരിക്കുക, മര്യാദയ്ക്ക് വൃത്തിയായിട്ട് കഥ പറയുക എന്നുള്ള സാധനം മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഈ മധുബാലയുടെ റിയാക്ഷൻസും അതിനുള്ള ഇന്ദ്രൻസിന്റെ കൗണ്ടർ റിയാക്ഷൻസും ആയിട്ട് തന്നെ ഒരു വലിയ സീക്വൻസ് ബിൽഡ് ആവുന്നുണ്ടല്ലോ ഈ സോങ് ഒക്കെ വരുന്ന രീതിയിൽ. അപ്പൊ അതിലെത്രമാത്രം നഷ്ടബോധമുണ്ട്? ഇപ്പൊ ഇന്ദ്രൻ സാറിന് അത് ഉപയോഗിക്കാൻ പറ്റാതെ പോയ എന്തെങ്കിലും റിയാക്ഷൻസ് വന്നിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഇന്ദ്രൻസേൻ നഷ്ടപ്പെട്ടു പോയി, നമ്മളങ്ങനെ കളഞ്ഞിട്ടുണ്ട്. ഇന്ദ്രൻസേന്റെ അങ്ങനെ അതായത് മധുമേമിന്റെയും ഇന്ദ്രൻ സാറിന്റെയും ഷോർട്സ് നമ്മൾ കളഞ്ഞു വന്നിട്ടില്ല. ഒന്നും കളഞ്ഞു വന്നിട്ടില്ല. എന്റെ ഒരു കുഞ്ഞു സീക്വൻസ്. പക്ഷെ അതൊന്നും അത് പ്രശ്നമുള്ള കാര്യം ഇല്ല. അത് ഭയങ്കര. പക്ഷെ നമ്മൾ പോയത് മൊത്തം അതാ പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞു, വർഷയുടെ ലെയർ പക്കയായിരുന്നു. അതിന് മേളിൽ വന്ന സാധനം മാത്രമേ നമ്മൾ കളഞ്ഞിട്ടുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് ചില സാധനങ്ങൾ ഇപ്പൊ തിയേറ്ററിൽ നിന്ന് ചിരി കേൾക്കുമ്പോൾ
ഇപ്പത്തെ ഞാൻ ഇപ്പം നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ തിയേറ്റേഴ്സിനൊക്കെ പോകുമ്പോൾ ചില റിയാക്ഷൻസ് ആൾക്കാരുടെ സിനിമ കാണുമ്പോൾ അവർ ചിരിക്കുന്ന പോയിന്റൊക്കെ നമുക്ക് ഇവരിവിടെ ആ സാധനമല്ലേ, അത് ഇന്ദ്രൻസിന്റെ മൈന്യൂട്ടായ റിയാക്ഷൻസ് ആൾക്കാർ ചിരിക്കുക. പക്ഷെ നമ്മൾ എഡിറ്റിൽ പോലും ചിലപ്പോൾ ഈ റിയാക്ഷൻ നമ്മൾ അങ്ങനെ ഇത് ചിരിക്കുമെന്ന് വിചാരിച്ചല്ല നമ്മൾ വിചാരിക്കും. പക്ഷെ ചില റിയാക്ഷൻ, ചില ചിരി ടുവേഴ്സ് ക്ലൈമാക്സിലൊക്കെ ഒരു സംസാരിക്കുന്ന വലിയ കോൺവെർസേഷനിലൊക്കെ ആ ചിരിയിലൊക്കെ ഭയങ്കര ഇന്നസെന്റ് ചെറിയ ചിരിയിൽ ഒരു ആൾക്കാർ ചിരിക്കുന്നു. നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ തന്നെ ഒരു ഇമോഷണൽ ആയിട്ട് ആൾക്കാർ സംസാരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പം നമ്മളിത് വർക്കാവുന്ന ഏതൊരു പടം വർക്കാവുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ, അതിന്റെ ഒരു ഹാപ്പിനെസ് ത്രൂ ഔട്ട് ഉണ്ട് എന്ത് പറഞ്ഞാലും. ഇപ്പോൾ കൂടെയുള്ള ഫ്രണ്ട്സ്, ബാക്കി എഡിറ്റേഴ്സ്, ഫിലിം മേക്കേഴ്സ് ആരെങ്കിലും ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ടോ? അതിനും ഞാൻ എന്റെ ആശാൻ സന്ദീപ് എന്നിട്ട് ആളോട് ആശാനൊക്കെ ആദ്യമേ കാണിച്ചു, നമ്മളെ മറ്റേ ആദ്യമേ കാണിച്ചു. കാരണം ഇങ്ങനത്തെ ഒരു ഡൗട്ട് ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു പടം ആദ്യം കേട്ടോ, ഇത്രയും പേസിൽ പോകുന്ന പടം എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളും ലേണിംഗ് ആണല്ലോ. സോ അപ്പൊ ഞാൻ പടം കഴിഞ്ഞ ആശാനെ വിളിച്ച് കാണിച്ചു, ഇത് പടം കണ്ടു നോക്ക് എന്ന് കണ്ടു നോക്കാൻ പറഞ്ഞു. അപ്പം ആള് കുറച്ച് സജഷൻസ് ഒക്കെ പറഞ്ഞു. അതുപോലെ എനിക്ക് ഇപ്പം എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്ന സുഹൃത്തുക്കൾ എഡിറ്റേഴ്സിനൊക്കെ കാണിച്ചിട്ടുണ്ട് പടം. പക്ഷെ ആ കാണിക്കുന്ന പറഞ്ഞാൽ നമുക്കൊരു ഫീഡ്ബാക്കിന് അപ്പുറത്തേക്ക് നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടുക എന്നുള്ള വലിയ കാര്യമല്ലേ. അപ്പൊ അതൊക്കെ നമ്മള് ട്രെയിലർ കാണിച്ചിരുന്നു. ഞാൻ സാറിന് ട്രെയിലർ കാണിച്ചു. സാറിന് ട്രെയിലർക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹം ആടുജീവിതത്തിന്റെ ഓൺലൈൻ എഡിറ്റർ കൂടിയായിരുന്നു ആയിരുന്നു. അപ്പൊ സാറിന് ട്രെയിലർ കാണിച്ചു. സാറിന് ഭയങ്കരമായിട്ട് വർക്കായി നന്നുണ്ട് പറഞ്ഞു. അപ്പോൾ അത് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ ട്രെയിലർ ചെയ്ത ശേഷം പുറത്തങ്ങനെ നമ്മുടെ ക്രൂവിൽ ഡയറക്ടർ ഇങ്ങനെ ക്യാമറമാനായിട്ട് ഇങ്ങനെയൊക്കെ നിൽക്കുമായിരുന്നു. അപ്പോൾ അതിന് സാറിൻ്റെ അടുത്ത് ഞാൻ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ വീട്ടിൽ പോയ സമയത്ത് സാറിന് ഞാൻ ജസ്റ്റ് കാണിച്ചു, സാർ ട്രെയിലർ ഞാൻ ചെയ്യുന്ന പടത്തിനാണ് സാറാന്ന് പറഞ്ഞു, നല്ലതാന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് ഇപ്പോൾ ലാസ്റ്റ് റിലീസിന് തൊട്ട് മുമ്പേ സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, സാറ് പടം ഇറങ്ങുകയാണെന്നൊക്കെ വിളിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു അവിടെ നല്ലതായിട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു, കാണാറുണ്ട്, പടം കാണാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം സാറിന് ഇനിയിപ്പം ഈ ആഴ്ച നെക്സ്റ്റ് വീക്ക് കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടാൽ വളരെ സന്തോഷം. ഇപ്പൊ എല്ലാവരും നോക്കുന്ന ഒരു പെർഫെക്റ്റ് ബെറ്റിന് വേണ്ടിയിട്ടാണ്. അതായത് എന്തായാലും വർക്ക് ആവണം. ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഫോളോവേഴ്സ് പടം കാണാൻ വരും. അല്ലെങ്കിൽ ഒരു ആക്ടറെ വെച്ച് കഴിഞ്ഞാൽ മിനിമം ആ ഫാൻ ഫോളോയിങ്ങിന്റെ ഒരു ആദ്യ ദിവസത്തെ ഒരു തള്ളിക്കയറ്റം ഉണ്ടാവും. അവിടെയാണ് കംപ്ലീറ്റ്ലി പെർഫോമൻസിനെ റിലേ ചെയ്തുകൊണ്ട് സ്റ്റോറി വിശ്വസിച്ചുകൊണ്ട് ഒരാൾ പണം മുടക്കാൻ വേണ്ടി വരുന്നത്. അപ്പൊ ഈ പടത്തിന് ബാക്കപ്പ് ചെയ്തിട്ടുള്ള പ്രൊഡക്ഷൻ ഹൗസ്, അവരുടെ ഈ സിനിമയോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, അതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് സംസാരിക്കാം. ശരിക്കും വർഷയുടെ ഫ്രണ്ടാണ് അബി. അപ്പം അവൻ സിനിമ ബാക്ക്ഗ്രൗണ്ടുള്ള സിനിമയൊന്നുമില്ല, അവൻ ബിസിനസ്സാണ് മെയിനായിട്ട് ചെയ്യുക. അപ്പോൾ ഞാനും വർഷയാണ്. ആ വർഷമൊക്കെ സ്ക്രിപ്റ്റ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ തമ്മിലിങ്ങനെ നമ്മൾ ഒരു 9 വർഷത്തോളം ബന്ധമുള്ളതാണ്, ഞാനും വർഷ ഫ്രണ്ടാണ്. അപ്പം നമ്മൾ സമയത്ത് ഇങ്ങനെ സിനിമ സംസാരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ സംസാരിച്ച ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേനും വർഷ പറഞ്ഞു, എൻ്റെ ഫ്രണ്ട് ഉണ്ട് അബി, പടം ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, നമ്മൾ കഥയൊന്നും പറഞ്ഞു നോക്കാം. അങ്ങനെ വർഷ പോയി സംസാരിച്ചു. അവൻ ഭയങ്കരമായിട്ട് വർക്കാവണം. അപ്പോൾ അതിനകത്ത് പിന്നെ ഓരോ ആൾക്കാർ ആടായി ടെക്നീഷ്യന്മാരെല്ലാം ആടായി വരുന്നു. അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് വർക്കാവുന്നു. അങ്ങനെയാണ് അബി ഫൈനലി ഇതിലേക്ക് സെറ്റായി. അപ്പം ഓരോ ആർട്ടിസ്റ്റിലൊക്കെ ഇപ്പോൾ ഞാൻ പറയുന്ന രഞ്ജിത്ത് അമ്പാടി മേക്കപ്പ് അല്ലെങ്കിൽ അങ്ങനെ സൗണ്ട് എല്ലാം നല്ല അപ്പോൾ ടെക്നീഷ്യന്മാരെല്ലാം സ്വാഭാവികമായിട്ട് വരുമ്പം പ്രൊഡ്യൂസറും കുറച്ചും കൂടെ ഒരു ഇതുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് ആളെ നമ്മൾ നോക്കുമ്പോഴും വരുന്ന ആൾക്കാർ അത്ര മോശം ആൾക്കാരാണ്, ബ്രാൻഡ് ആൾക്കാരാണ്. അപ്പോൾ ഗോവിന്ദ അടക്കമുള്ള ആൾക്കാർ. അപ്പം ഞാൻ പറഞ്ഞ എനിക്ക് പ്രൊഡ്യൂസറിന്റെ അടുത്തായിട്ട് പറയാനുള്ള കാര്യം, ഇങ്ങനൊരു പടം സ്വാഭാവികമായിട്ടും ഒരു എക്സ്പീരിയൻസ് പ്രൊഡ്യൂസർ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതാണ് എനിക്ക് പറയണമെന്ന് ആഗ്രഹിച്ചൊരു കാര്യം. വെച്ചാൽ ഇങ്ങനത്തെ ഒരു കഥ ഇങ്ങനെ സ്ലോ പേസിൽ പറഞ്ഞു പോകുന്ന ഒരു കഥ എക്സ്പീരിയൻസ് പ്രൊഡ്യൂസർ ഉറപ്പായിട്ട് ഇതിന്റെ ഒരു വിജയപരാജയം ഉറപ്പായിട്ട് മുന്നിൽ കണ്ടുകൊണ്ട് ചിലപ്പോൾ ഇത് ഡ്രോപ്പ് ആക്കാൻ പടം ഓടുമെന്നുള്ള റിസ്ക് ഫാക്ടർ ഭയങ്കരമാണ്. അപ്പൊ അവിടെയാണ് അബി രണ്ടും കൽപ്പിച്ച് പടം ചെയ്യാം. കാരണം ഇത് അവാർഡ് കിട്ടുമായിരിക്കും, ക്രിട്ടിക്കലി അക്ലൈംഡ് ആയിരിക്കും, ടെക്നീഷ്യന്മാർക്ക് നല്ല പേര് കിട്ടുമായിരിക്കും, പാസ് എഡിറ്റർ എല്ലാവർക്കും കിട്ടുമായിരിക്കും. പക്ഷെ പ്രൊഡ്യൂസർക്ക് എന്ത് ലാഭം കിട്ടും എന്നുള്ളത് ഭയങ്കര പ്രശ്നം. അവിടെയാണ് അബി ഇത് ഭയങ്കര റിസ്ക് എടുത്ത് ഇത്ര ആക്കി നല്ല തിയേറ്റർ നല്ല റെസ്പോൺസിബിലിറ്റി ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മളാണ്. അപ്പം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് എത്തിച്ചു, അത് പ്രേക്ഷകർ സ്വീകരിക്കുമ്പോൾ അവന് കുറച്ചും കൂടെ ഫിനാൻഷ്യൽ നോക്കുന്ന സ്വാഭാവികമായിട്ട്. അപ്പം റിസ്ക് എടുത്ത് വലിയ റിസ്ക്കാണ്. അപ്പോൾ അതാണ് എനിക്ക് ഇപ്പോൾ ഞാൻ പറയുന്നത്, എക്സ്പീരിയൻസ് പ്രൊഡ്യൂസർമാർ ചെയ്യില്ല എന്ന് ഒരു തോന്നലുള്ള സ്ഥലത്ത് ഒരു പുതിയ ആൾ വന്ന് ഇത്രയും ചെയ്ത് വിജയിപ്പിച്ചു എന്നുള്ള വലിയ കാര്യമാണ്. അപ്പം അതാണ് അത് പറയണമെന്നുണ്ടായി. അതേ ഉള്ളൂ. ഈ ആളുകള് ഈ പടം അറിഞ്ഞ് വരേണ്ടതിന്റെ ഒരു ആവശ്യകതയുണ്ട്. ഈ പടത്തിന്റെ ഓണർ മനസ്സിലാക്കി, ഇതിന്റെ പേസ് മനസ്സിലാക്കിയിട്ട് സിനിമ ആളുകൾ കാണുന്നുണ്ട് ഡെഫിനറ്റ്ലി. അപ്പൊ നമ്മുടെ ഈ സംസാരം കൂടുതൽ ആളുകളെ ചിന്ന കാണാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കട്ടെ. നേരത്തെ ഒരുപാട് നന്ദി. താങ്ക് യു. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.